أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, പക്ഷികളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ടൊരായത്ത്, അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംസാരം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക്, നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ആ സൂറത്ത്, ആ സൂറത്തിൻ്റെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷികളെ സംബന്ധിച്ച് അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ, വാനലോകത്ത് ചിറകുകൾ വിടർത്തി അല്ലെങ്കിൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചോദ്യമാണ്. സമാനമായിട്ട് തന്നെ വീണ്ടും 16-ാമത്തെ അധ്യായം സൂറത്തുൽ നഹ്ലിൻ്റെ 79-ാമത്തെ വചനത്തിലും അതേ ചോദ്യം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശ്രദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാനലോകത്തേക്ക് അല്ലെങ്കിൽ പക്ഷികളുടെ ലോകത്തേക്ക് തിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പക്ഷികളെ നോക്കുക എന്നുള്ളത്, ആ ഒരു ആയത്തിൻ്റെ തഫ്സീറുകൾ, എത്ര തന്നെ തഫ്സീറുകൾ നമ്മൾ വായിച്ചാലും യഥാർത്ഥത്തിലുള്ള അതിൻ്റെ തഫ്സീർ എന്നുള്ളത് നമ്മൾ വായിക്കുന്ന ഗ്രന്ഥം പൂട്ടി വെച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ പക്ഷികളെ നോക്കുക, അല്ലെങ്കിൽ പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട ആ പഠനം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം അതിനു വേണ്ടി തന്നെ ഒരു ശാസ്ത്രശാഖ, ഓർണിത്തോളജി എന്നുള്ളൊരു ശാസ്ത്രശാഖ തന്നെ നിലവിലുണ്ട്. അപ്പം അതിലുള്ള പക്ഷികളെ സംബന്ധിച്ചുള്ള പഠനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അത്ഭുത ലോകത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അതിനുശേഷം സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, അത് പരമകാരുണ്യകനല്ലാതെ അതിനെ മറ്റാരും താങ്ങി നിർത്തുന്നില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. അപ്പോൾ താങ്ങി നിർത്തുക എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ വാനലോകത്ത് പിടിച്ചു നിർത്താനല്ല, മറിച്ച് ആ വാനലോകത്ത് ഇപ്പോൾ ഗുരുത്വാകർഷണം, അതേപോലെ തന്നെ വായുവിൻ്റെ എയർ റെസിസ്റ്റൻസ്, അതിനെല്ലാം ആ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ആ രൂപത്തിൽ സ്മൂത്തായിട്ട് പറക്കാൻ യോഗ്യമായിട്ടുള്ള ആ ശാരീരിക ഘടന അതിന് നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുകരിച്ച്, പക്ഷികളെ അനുകരിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിച്ച ആ ഫ്ലൈറ്റ്, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ്. അപ്പോൾ ആ രൂപത്തിൽ സഞ്ചരിക്കാൻ, ആ പറക്കാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള ആ പ്രാപഞ്ചിക നിയമങ്ങൾ, അല്ലെങ്കിൽ അതിനെ നമുക്ക് വസഖറക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതിനെ നമുക്ക് വിധേയമാക്കി തന്നതും അത് അള്ളാഹിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നുള്ളത്. കപ്പലിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷികളുമായി ബന്ധപ്പെട്ട അത്തരം പഠനങ്ങൾ നിരവധി അത്ഭുതപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ശ്രദ്ധ ആ ദിശയിലേക്ക് ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ ചില ഉത്തരങ്ങളാണ്. ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് പക്ഷികൾ ഒന്നടങ്കം വാനലോകത്ത് അവ ചെയ്യുന്ന നൃത്തം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിരവധി പാറ്റേണുകൾ ആകാശലോകത്ത് പക്ഷികൾ നിർമ്മിക്കുകയാണ്. സ്റ്റാർലിംഗ് മെർമറേഷൻ എന്നുള്ള മനോഹരമായിട്ടുള്ള പ്രതിഭാസം, അതിൻ്റെ ആ പാറ്റേണിൻ്റെ കൃത്യത തന്നെ, അതിൻ്റെ ഗണിതശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ കൃത്യത, അതുതന്നെ മറ്റൊരു പഠന വിഷയമാണ്. അപ്പോൾ ആ രൂപത്തിൽ എത്ര കൃത്യമായിട്ടാണ് ഈ രൂപത്തിലുള്ള പാറ്റേണുകൾ അവർ വാനലോകത്ത് നിർമ്മിക്കുന്നത്, ഒന്നുപോലും ആ കൂട്ടം തെറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കൂട്ടം ആളുകൾ ഒരു നൃത്തം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു കലാരൂപം അഭ്യസിക്കുകയാണെങ്കിൽ എത്ര കാലത്തെ പരിശീലനം അതിന് ആവശ്യമുണ്ട് എന്നുള്ള. പക്ഷികൾ യാതൊരു തെറ്റും കൂടാതെയാണ് ആ രൂപത്തിലുള്ള നിരവധി മനോഹരമായിട്ടുള്ള പാറ്റേണുകൾ ഒന്നടങ്കം ആ വാനലോകത്ത് അവ ചെയ്യുന്ന നൃത്തം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പക്ഷികളുടെ മൈഗ്രേഷൻ അല്ലെങ്കിൽ ആ ദേശാന്തര ഗമനമാണ്. 10,000-കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഒരു കൂട്ടം പക്ഷികൾ നടത്തുന്ന ആ ദേശാന്തര ഗമനം, അതിലേറ്റവും കൂടുതൽ ദൂരം, ലോങ്ങസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് എന്നുള്ളത് ബാർട്ടൈൽ ഗോഡ്വിറ്റ് അല്ലെങ്കിൽ വരവാലൻ ഗോഡ്വിറ്റ് എന്നുള്ള ഒരു പക്ഷിയാണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്നത്. അത് അമേരിക്കയിലുള്ള അലാസ്ക, അങ്ങേയറ്റത്തുള്ള അലാസ്കയിൽ നിന്ന് ആരംഭിച്ച് ന്യൂസിലാൻഡ് വരെയാണ് അത് പറക്കുന്നത്. ഏകദേശം 11,500 അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ അത് നിർത്താതെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ച് നോക്കുക. അതായത് അത്രയും ദൂരം, ആ 12,000 കിലോമീറ്റർ താണ്ടാൻ വേണ്ടി 11 ദിവസം തുടർച്ചയായിട്ട് ആ പക്ഷി പറന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏകദേശം 250-ലധികം മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട് ആ പക്ഷി പറന്നുകൊണ്ടിരിക്കുന്നത്, നോൺ സ്റ്റോപ്പായിട്ട് പറക്കുകയാണ്.
അപ്പം അതിനിടയിൽ നിരവധി രാജ്യങ്ങളും അതെല്ലാം പിന്നിടുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വെയിലും ചൂടും മഴയും മഞ്ഞും, അതൊന്നും അതിനെ ബാധിക്കുന്നില്ല. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അതിൻ്റെ ആ പറക്കൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള. അങ്ങനെ വിശാലമായിട്ടുള്ള കടലും അതേപോലെ തന്നെ മരുഭൂമിയും കാടുകളെല്ലാം പിന്നിട്ട് അവസാനം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ്. 12,000 കിലോമീറ്റർ 11 ദിവസം തുടർച്ചയായിട്ടൊരു പക്ഷി പറക്കുക, അത് സാധ്യമാണോ? അതെങ്ങനെയാണ് നമ്മളറിയുന്നത്? വളരെ കൃത്യമായിട്ട് ഈ രംഗത്ത് പഠിക്കുന്ന ഓർണിത്തോളജിസ്റ്റുകൾ അല്ലെങ്കിൽ പക്ഷിശാസ്ത്രജ്ഞന്മാർ അവർ സാറ്റലൈറ്റ് ടാഗെല്ലാം വെച്ച് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് അതിനെ നിരീക്ഷിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം അവർ പറയുന്നത്. എങ്ങനെയാണ് ഭക്ഷണവും വെള്ളമൊന്നുമില്ലാതെ തുടർച്ചയായിട്ട് ഈ രൂപത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്? അത് പഠനവിധേയമാക്കിയ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പക്ഷി അതിൻ്റെ ശരീരഭാരം എന്നുള്ളത് 400 മുതൽ 600 ഗ്രാം വരെയാണ് ശരീരഭാരം. യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതിനുള്ളൊരു പ്രിപ്പറേഷൻ എന്നോണം അത് ശരീരഭാഗം ഈ ശരീരത്തിൻ്റെ ഭാരം ഇരട്ടിയാകുന്ന രൂപത്തിൽ ഒരുപാട് ഭക്ഷണം കഴിച്ച് അത് ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കും എന്നുള്ളതാണ്. പിന്നീട് ആ ശരീരത്തിൽ ശേഖരിച്ച് വെച്ച ആ ഒരു ഭക്ഷണമാണ് ആ 11 ദിവസത്തെ ആ യാത്രാ കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ആ രൂപത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെയും പ്രധാനപ്പെട്ട മറ്റൊരു അത്ഭുതപ്പെടുന്ന മറ്റൊരു കാര്യം, അപ്പം അതിന് ആ രൂപത്തിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അതിന് ഉറക്ക് വേണ്ടേ, അല്ലെങ്കിൽ അതിന് വിശ്രമിക്കണ്ടേ? എങ്ങനെയാണ് തുടർച്ചയായിട്ട് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഏത് രൂപത്തിലാണ് അതിന് വിശ്രമം ലഭിക്കുന്നത്? അപ്പം അവിടെയും പഠനവിധേയമാക്കിയ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിച്ച ഏറ്റവും വലിയൊരു അത്ഭുതം, അപ്പോൾ നമുക്കറിയാം മനുഷ്യൻ്റെ മസ്തിഷ്കം എന്നുള്ളത് 2 അർദ്ധഗോളങ്ങൾ, 2 ഹെമിസ്ഫിയറുകളാണ്. സമാനമാണ് പക്ഷികളുടേതും. പക്ഷേ പക്ഷികളുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആ മസ്തിഷ്കത്തിൻ്റെ 2 ഭാഗവും ഒരേ രൂപത്തിൽ ഉറക്ക മോഡിലേക്ക് പോവാണ്. പക്ഷേ അതേ സന്ദർഭത്തിൽ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗം, അർദ്ധഭാഗം ഉറങ്ങുന്ന സന്ദർഭത്തിൽ മറ്റേ അർദ്ധഭാഗം അത് ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഹാഫ് ബ്രെയിൻ ഓൺ ആയിരിക്കും, അതേ സന്ദർഭത്തിൽ ഹാഫ് ബ്രെയിൻ ഓഫ് മോഡിലായിരിക്കും. അപ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം റെസ്റ്റ് എടുക്കും, അതേ സന്ദർഭത്തിൽ മറ്റേ ഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നീട് നേരെ തിരിച്ച് നേരത്തെ പ്രവർത്തിച്ച ആ ഭാഗം ഓഫ് മോഡിലേക്ക് പോവും, അതേ സന്ദർഭത്തിൽ മറുഭാഗം ഓൺ ആയിരിക്കും എന്നുള്ള ആ രൂപത്തിലാണത് യാത്ര ചെയ്യുക. അത് യൂണി ഹെമിസ്ഫിയറിക് സ്ലോ വേവ് സ്ലീപ്പ് അല്ലെങ്കിൽ USWS എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. പക്ഷികളുടെ മാത്രമല്ല, അതേ രൂപത്തിൽ തന്നെ ചില ഒറ്റപ്പെട്ട ചില ജീവികൾ, ഡോൾഫിൻ പോലെയുള്ള ജീവികൾക്ക് ഈ ഒരു കഴിവുണ്ട് എന്നുള്ള. അതായത് ഒറ്റക്കണ്ണടച്ച് ഉറങ്ങാനുള്ള, അതായത് ശരീരത്തിൻ്റെ ഒരു ഭാഗം ഉറങ്ങാനും വിശ്രമിക്കാനും അതേ സന്ദർഭത്തിൽ മറ്റേ ഭാഗം ഉണർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ രാത്രി വിശ്രമിക്കേണ്ടതില്ല ആ യാത്രയിൽ തന്നെ. അപ്പോൾ നമ്മൾ സുദീർഘമായിട്ടുള്ള ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ തന്നെ അവർ ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ വിശ്രമ മോഡിലേക്ക് ഒരു ഭാഗത്തെ ഇട്ടുകൊണ്ട് അവർ ആ സുദീർഘമായിട്ടുള്ള ആ ഒരു മൈഗ്രേഷൻ അവർ തുടർന്നു കൊണ്ടിരിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ അത്ഭുതമാണ് അവരുടെ ആ സുദീർഘമായിട്ടുള്ള ആ സഞ്ചാരത്തിന്. ആ പക്ഷികൾക്ക് ഈ ഒരു കഴിവ്, ഈ ഒരു സവിശേഷത അവർക്ക് അനിവാര്യമാണ് എന്നുള്ള. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ തന്നെ ആ ഒരു സവിശേഷമായിട്ടുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിച്ചു എന്നുള്ള. റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ സൃഷ്ടിച്ചു. കേവലം സൃഷ്ടിക്കല്ല, അൽ മുസവ്വിർ എന്നുള്ളത് അള്ളാഹിൻ്റെ മറ്റൊരു നാമമാണ്. സവ്വറക്കും അഹ്സന സുവറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തിൽ അതിന് ഡിസൈൻ ചെയ്തു. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിനെ നിലനിർത്തുന്നത്. അപ്പം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ആ രൂപകൽപ്പന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതേപോലെ തന്നെ അതിൻ്റെ അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള ഖൽഖഹു സുമ്മ ഹദ, മാർഗദർശനവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ള. ഹദ എന്നുള്ളത് ആ വഴി കാണിക്കുക. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇപ്പോൾ നമ്മളെല്ലാം GPS ആശ്രയിക്കാറുണ്ട്. യാതൊരു GPSൻ്റെയും സഹായം ഇല്ലാതെയാണ് അത് കിലോമീറ്ററുകൾ, 10,000 കിലോമീറ്ററുകൾ താണ്ടി കൃത്യമായിട്ട് ആ ലക്ഷ്യസ്ഥാനത്ത് അത് എത്തുന്നത്. ഇപ്പോൾ ആർട്ടിക് ടേൺ പോലെയുള്ള ഇതേ രൂപത്തിലുള്ള ചില പക്ഷികൾ അവർ ഏതൊരു മരത്തിൽ നിന്നാണോ അവർ യാത്ര ആരംഭിച്ചത്, പിന്നീട് നിരവധി ഭൂഖണ്ഡങ്ങളെല്ലാം താണ്ടി 10,000 കിലോമീറ്റർ താണ്ടി അതേ വൃക്ഷത്തിൽ തന്നെ അത് തിരിച്ചെത്താണ്. അതായത് ആ GPS എല്ലാം ഇൻബിൽട്ടാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല
സൃഷ്ടിപ്പിൽ തന്നെ ആ ഒരു മാർഗദർശനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയെന്നുള്ള സുബ്ഹാനല്ലാഹ്. മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ. പക്ഷികളുമായി ബന്ധപ്പെട്ട് ഇതേ രൂപത്തിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ നിരവധി മഹാത്ഭുതങ്ങൾ അവയുടെ ലോകത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് ആ ഒരു ലോകത്തേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സൃഷ്ടികളെ സംബന്ധിച്ച് നമ്മൾ എത്ര അറിയും തോറും സൃഷ്ടാവിൻ്റെ ആ മഹത്വം, അതേപോലെ തന്നെ അവൻ്റെ കഴിവും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കാൻ അത് ആ രൂപത്തിലുള്ള സൃഷ്ടി പഠനങ്ങൾ നമ്മളെ സഹായിക്കും എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തറിയാനും ആ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.